ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കുള്ള ഡൗട്ട് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ നമ്പർ എന്തിനാ ഇവിടെ കൊടുത്തതെന്ന്. അപ്പം ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്പർ എന്തിനാ കൊടുത്തതെന്ന്. അപ്പോൾ പകുതി വീഡിയോയിൽ ഞാൻ പറയുന്നത് ലാസ്റ്റ് ആണ്, അതുകൊണ്ട് ആരും തന്നെ കേൾക്കുന്നില്ല. ഇടയ്ക്ക് ഞാൻ ഈ വീഡിയോയിൽ നടുവിലാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, അല്ലാണ്ട് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കണ്ട് പക്ഷെ എന്തിനാണെന്ന് അറിയില്ല, ഒന്ന് ഡീറ്റെയിൽസ് പറയാം എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയാം. എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഇതുപോലുള്ള കഥകൾ പച്ചക്ക് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഞാൻ അതിലൊരു സ്കാനർ ഇടും, അതിലോട്ട് 500 രൂപ പേ ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ കോൾ, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾസ് ചാറ്റിംഗ് ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാം. അപ്പൊ എപ്പോഴാണ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ പേ ചെയ്ത്, ഞാൻ വീണ്ടും രണ്ടാമത് ഓൺലൈനിൽ വരുന്ന ടൈം നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ നമുക്ക് സർവീസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഞാൻ ലൈനിൽ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഞാനൊരു സ്കാൻ ഇടും, അതിലോട്ട് 500 രൂപ പേ ചെയ്താൽ നിങ്ങൾ ഞാൻ ഉടനെ ഞാൻ പറയുന്ന കാര്യത്തിലോട്ടേക്കെല്ലാം കടത്തിക്കും. അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. എന്റെ ഇന്നത്തെ കഥയിൽ ഞാൻ ഐഷു ആണ്. അപ്പൊ എന്റെ കഥ എന്ന് പറയുന്നത്, എന്റെ വീട്ടിലെന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് 3 മക്കളായിരുന്നു. എൻ്റെ അച്ഛന് എൻ്റെ അമ്മയെ വിട്ട് പണ്ടേ പോയി. എന്താന്ന് വെച്ചാല് കള്ളോടിയും അതൊക്കെ ആയിട്ട് എൻ്റെ അച്ഛമ്മ കാരണം തന്നെ എൻ്റെ അച്ഛൻ നമ്മളെ വിട്ട് പോവുകയാണ്. എൻ്റെ അമ്മയും അച്ഛനമ്മയായിരുന്നു നമ്മളെ 3 പേരെ വളർത്തിയത്. അപ്പൊ തന്നെ ചെറുപ്പത്തില് എനിക്ക് 18-ാം വയസ്സാകുമ്പോൾ തന്നെ നിന്റെ കല്യാണം കഴിക്കണം, കല്യാണം കഴിപ്പിക്കണം എന്ന് ചെറുപ്പത്തിലേ ഞാൻ കേട്ട് വളർന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്കതൊരു ശീലായി. മാത്രമല്ല, ഞാൻ എത്ര താണ കുടുംബത്തിൽ ജനിച്ചതാണെങ്കിലും ഞാൻ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും പിന്നോട്ടായിരുന്നില്ല. കാരണം എൻ്റെ അമ്മയ്ക്ക് എന്ന് പറയുന്നത് പൂച്ചക്കണ്ണായിരുന്നു. എൻ്റെ അച്ഛന് തന്നെ എൻ്റെ അമ്മയുടെ പുറകെ 6 കൊല്ലം നടന്നിട്ടായിരുന്നു എൻ്റെ അമ്മയെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ അമ്മയും അത്ര ഭംഗിയായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഈ കണ്ണൂടിയും ഒക്കെ തന്നെ കണ്ട് സഹിച്ച് വളർന്നത് കൊണ്ട് തന്നെ എൻ്റെ അമ്മ എല്ലാം പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭംഗി നമ്മുടെ 3 പെൺമക്കളിൽ നിന്ന് കിട്ടിയത് എനിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ സൗന്ദര്യം ഉള്ളത് കൊണ്ട് തന്നെ എനിക്കത് വലിയ അഹങ്കാരമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ, എനിക്ക് ഈ 4-ാം ക്ലാസ് മുതലേ ചെക്കന്മാർ എൻ്റെ പിറകെയായിരുന്നു. എല്ലാവർക്കും എന്നെ വേണം. ഞാൻ +2 ഡിഗ്രി എത്തിയ ടൈമൊക്കെ ആ ആൺകുട്ടികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ രാത്രികാലങ്ങളിലെ ചർച്ച ഞാനായിരുന്നു. കുറെ ആൾക്കാരുടെ സ്വപ്നവും ഞാനായിരുന്നു. ആൺകുട്ടികൾ കുറെ പേര് എന്നോട് ഫ്രണ്ട് ആവാനും ഒക്കെ തന്നെ നിൽക്കും. പക്ഷെ എനിക്ക് വീടിന്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഇതൊക്കെ വലിയ പേടിയായിരുന്നു. എനിക്ക് പ്രേമിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ സാഹചര്യം എനിക്ക് അതിന് ഒരു ഇടം തന്നില്ല. മാത്രമല്ല, ഞാൻ നല്ല രീതിയിൽ സൗന്ദര്യം നോക്കും. പിന്നെന്ന് വെച്ചാല്, എനിക്ക് 10-ാം ക്ലാസ്, എനിക്ക് ഒരു 10-11 വയസ്സിൽ തന്നെ എനിക്ക് വയസ്സറിയിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നേരെ ഓർമ്മയില്ല, വേഗം തന്നെ വയസ്സറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പുറമേ കാണുന്നത് പോലെയല്ല, പുറമേ നല്ല ഫ്ലാറ്റൊക്കെ ആണെങ്കിലും അകത്ത് നല്ല നല്ല മുറികളായിരുന്നു. പക്ഷെ എന്നെ 19-20 വയസ്സ് വരെ ഞാൻ മുറികളൊക്കെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മുറിവ് പോലും ആ മുറിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ സാഹചര്യം കാരണം അച്ചാമ്മ എപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ എന്നെ വിട്ടു പോയിട്ടും അച്ചാമ്മ എന്നെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അച്ചാമ്മ പറയും, മോളെ നീ 18-ാം വയസ്സിൽ തന്നെ കല്യാണം കഴിക്കണം, ഈ 18-ാം വയസ്സിൽ തന്നെ കല്യാണം കഴിക്കണം. എനിക്കും ഇതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ജീവിത സാഹചര്യമല്ലേ, ഞാൻ കെട്ടിയില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇനി 2 അനിയത്തിമാരുണ്ട്, അവർക്ക് വേണ്ടിയെങ്കിലും ഞാൻ കെട്ടണ്ടേ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, 18 വയസ്സായിട്ടില്ലല്ലോ, ആയാ നോക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു എനിക്ക് 18 വയസ്സായത്. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും എനിക്ക് 18 വയസ്സ്. എന്നെ കാണാൻ പറയുന്നത് നല്ല ഭംഗിയായിരുന്നു. അതായത് എൻ്റെ എല്ലാ മുറികളും വലിയ വലിപ്പം ഉണ്ടായിരുന്നു. എല്ലാം തന്നെ ഒരു കേടുപാടും പറ്റാതെ ആരും തന്നെ ഉപയോഗിക്കാത്ത മുറികളായിരുന്നു. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ മുറികളിലേക്ക് ഓരോരാൾക്കും കയറാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്കൊരു കല്യാണം വന്നു. അപ്പോന്ന് പറയുന്നത് നല്ല ഒരു ഇരുണ്ട നിറമുള്ള ഒരു പയ്യനായിരുന്നു. എനിക്കാദ്യം തന്നെ വേണ്ട എന്ന് തോന്നിയെങ്കിലും അച്ഛമ്മ പറഞ്ഞു, നല്ല ക്യാഷുകാരനാ, നിന്നെ ഇങ്ങോട്ട് ചോദിച്ചു വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിലെ സാഹചര്യം, പിന്നെ അമ്മ പ്രണയ വിവാഹമായിരുന്നു. നല്ലൊരു ഭംഗിയുള്ള ഒരുത്തനെയാണ് കല്യാണം കഴിച്ചതെങ്കിലും അവസാനം ഈ ഗതി വന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചു, ഞാൻ കെട്ടുന്നെങ്കിൽ ഒരു കാശുകാരനെ കെട്ടത്തുള്ളൂ. എനിക്കാദ്യം ഇയാളെ വേണ്ട എന്ന് തോന്നിയെങ്കിലും പിന്നീട് ഇയാൾക്ക് നല്ല ക്യാഷ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു വേറെ എന്തും നോക്കാനില്ല, എനിക്ക് ഇയാളെ തന്നെ വേണം.
കാരണം എല്ലാവർക്കും വലുത് ക്യാഷ് ആണെന്ന് ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ ഞാൻ അച്ചാമ്മയോട് പറഞ്ഞു, ഓക്കെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു. ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ വേഗം തന്നെ കല്യാണവും കഴിഞ്ഞു. അങ്ങനെ 21ാമത്തെ വയസ്സിൽ എനിക്കൊരു കുട്ടിയായി. പിന്നീട് നടന്നത് നല്ല പോലെ ജീവിതം പോവാറുണ്ടായിരുന്നു. അതായത് അതായത് എൻ്റെ ദേവൂട്ടൻ, ദേവു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എൻ്റെ അമ്മയ്ക്ക് ഒരു വീട് വെച്ചു കൊടുത്തു. എൻ്റെ അച്ചാമ്മയും എൻ്റെ അമ്മയും നല്ല സുഹൃത്ത് പോലെ നല്ല രീതിയിൽ അവിടെ കഴിയും. അങ്ങനെ അവർ 5 പേരും, അതായത് അച്ചാമ്മയും ഞാനും അമ്മയുടെ 3 മക്കളും അച്ചാമ്മയും ഞാനും, നമ്മൾ 5 പേരും നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ, എന്നാലും എനിക്ക് വേണമെന്ന് പറയുന്ന ടൈം എന്നെ കൊണ്ടുവിടും, ഒക്കെ തന്നെ ചെയ്യും. എനിക്ക് എൻ്റെ ലൈഫിൽ വെച്ച് ഏറ്റവും കിട്ടാവുന്ന ഒരു നല്ലൊരു ഇതായിരുന്നു അവനെ കല്യാണം കഴിച്ചത്. എൻ്റെ വീട്ടിൽ നടന്നത് സ്റ്റീൽ പാത്രം, സ്റ്റീൽ ഗ്ലാസ് ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ അവിടെ എന്ന് പറയുന്നത് നല്ല കുപ്പി ഗ്ലാസ് ഉള്ള പാത്രത്തിലായിരുന്നു ഫുഡൊക്കെ കഴിക്കാറ്. എനിക്കാണെങ്കിൽ അത് തൊടാൻ തന്നെ പേടിയായിരുന്നു. അയ്യോ ഇത് പൊളിയോ എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഞാൻ അവിടെ വന്നപ്പോൾ എനിക്ക് സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു. വലിയ വീടായിരുന്നു. അതായത് എനിക്ക് 1 മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു എവിടെയാണ് എൻ്റെ റൂം, അതായത് കിച്ചൺ കണ്ടുപിടിക്കാൻ തന്നെ എനിക്ക് 1 മാസം പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത്രക്കും വലിയ റൂമായിരുന്നു, പറയണ്ടല്ലോ, അത്ര വലിയ ക്യാഷായിരുന്നു. ഒന്നെങ്കിൽ ഞാൻ ചെറിയ വീട്ടിൽ നിന്നും വളർന്നുകൊണ്ടായിരിക്കും എനിക്കത് അത്ര വലിയ വീടായത്, അല്ലെങ്കിൽ അത് ശരിക്കും വലിയ വീടായിരിക്കും. അങ്ങനെ വേഗം തന്നെ എന്നെ കാറിലെ കൊണ്ടുവിടും, കാറിലെ തന്നെ എന്നെ അമ്മയുടെ അടുത്തേക്ക് കാറിൽ എന്നെ കൊണ്ടുവിടും. അതേ സ്പോട്ടിൽ അമ്മയുടെ തന്നെ പിക്ക് ചെയ്യാൻ വരും. എനിക്കൊക്കെ അത് ഭയങ്കര പ്രൗഡായിരുന്നു. കാരണം കാറിലൊക്കെ ഞാൻ ആ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കാറിലൊക്കെ കയറുന്നത് തന്നെ. അങ്ങനെ ഒരു ദിവസം അവിടെ ഒരു കല്യാണം, അതായത് വീട്ടിലൊരു കല്യാണം വരികയാണ്. ആ ടൈം എൻ്റെ അച്ചാച്ചൻ പറയുകയുണ്ടായി, എങ്ങനെയാണ് കല്യാണം നടന്നത്, എൻ്റെ ദേവൂട്ടന്റെ അനിയത്തിയെ ഒരു ബീച്ചിൽ നിന്നും പിടിച്ചു. അതായത് ഒരു പയ്യന്റെ കൂടെ ഐസ്ക്രീം കഴിക്കണത് ഇവരാരെയോ കണ്ടു. അങ്ങനെ അവന്റെ കൂടെ ഇനി പോവാതിരിക്കാൻ വേണ്ടി അവളുടെ വേറെ പയ്യനുമായി കല്യാണം ഇവർ ആലോചിച്ചു. അങ്ങനെ അതൊക്കെ ഭയങ്കരത്തിലുണ്ടായിരുന്നു. പക്ഷെ കല്യാണത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്കായിരുന്നു എല്ലാ പണിയും ഉണ്ടായിരുന്നത്. ആ വീട്ടിലെ സകല പണിയെടുത്തിട്ടുണ്ടായിരുന്നത് ഞാനായിരുന്നു. ഞാൻ നല്ല രീതിയിൽ ക്ഷീണവും ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാം വേഗം തന്നെ താലികെട്ടും കല്യാണവും ഒക്കെ വേഗം തന്നെ ആ കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിച്ചുള്ളൂ. പക്ഷെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ആ വിളിച്ച ആൾക്കാർ തന്നെ അവിടെ തികയത്തില്ലായിരുന്നു. കാരണം അത്ര വലിയ വീടായിരുന്നു. അതില് പോലും അങ്ങനെ ഇരിക്കുക. അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഇവരൊക്കെ എവിടെ കിടക്കും എന്നുള്ള ചർച്ചയായി. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനെ കുറിച്ചാണ്. എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനെ പറയുന്നത് ആ നാട്ടിലെ തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ പേടിയായിരുന്നു. എനിക്കും ഭർത്താവിൻ്റെ അച്ഛനെ നല്ല രീതിയിൽ പേടിയുണ്ടായിരുന്നു. ഞാനൊന്നും അദ്ദേഹത്തിനോട് സംസാരിച്ച പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയോടും എന്നോട് മാത്രം തർക്കിക്കാറുണ്ടായിരുന്നില്ല, നേരെ സംസാരിക്കും. പക്ഷെ എന്നാലും എനിക്കൊരു പേടിയാണ്, എപ്പെങ്കിലും സംസാരിക്കുമോ എന്നുള്ളൊരു പേടി, അതായത് വഴക്കിടുവോ എന്നുള്ള പേടി. അങ്ങനെ അദ്ദേഹത്തിന് നാട്ടിലെ തന്നെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. ഒന്നാമത് ക്യാഷിന്റെ ഇത്, പിന്നീട് അദ്ദേഹം ഒരു വലിയൊരാളായിരുന്നു. അങ്ങനെ ഈ പ്രശ്നം വരുമ്പോൾ, അതായത് വീട്ടില് നിൽക്കേണ്ട ആൾക്കാരെ കാട്ടിയും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ എവിടെ കിടക്കുമെന്നുള്ള ചർച്ച വരുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ തന്നെയായിരുന്നു ഈ ചർച്ചക്കാര് ഒരു തീരുമാനം എടുത്തത്. അങ്ങനെ എന്താന്ന് വെച്ചാല് ആൺകുട്ടികൾ അകത്തും ആണുങ്ങളെല്ലാം അകത്തും പെണ്ണുങ്ങൾക്ക് വേറൊരു പുറത്തൊരു സ്ഥലമുണ്ട്, അവിടെ കിടക്കാനും കൂടെ തീരുമാനിച്ചു. അപ്പോ എൻ്റെ ഒക്കത്തെ ഒരു ചെറിയ കുട്ടി ഉണ്ടായത് കൊണ്ട് അച്ഛൻ പറഞ്ഞു, മോള് എൻ്റെ റൂമിൽ കിടന്നു. അതായത് എന്നിട്ട് അച്ഛൻ്റെ ഭാര്യയോട്, അതായത് എൻ്റെ അമ്മയോട് പറഞ്ഞു, നീ ഇവിടെ കിടക്കാൻ വേറൊരു സ്ഥലം. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു, അയ്യോ അവിടെയോ. അപ്പോ ദേവു, അതായത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡി ഇന്ന് എനിക്ക് കിട്ടില്ലല്ലേ, എനിക്ക് ഇന്നത് വേണമെന്ന് അർജന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ചെവിയിൽ പറഞ്ഞു, ഒന്ന് പോ ദേവേട്ട, ഇന്ന് രസമല്ലേ. എൻ്റെ ദേവേട്ടന് എന്നെ എത്ര കിട്ടിയാലും മടുക്കാത്ത രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു. അതായിരുന്നു എൻ്റെ ഓരോ മുറികളുടെ ഓരോ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അവിടെ കിടക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടിവെച്ച് എല്ലാം സാരിയൊക്കെ അടിച്ച് ഞാൻ നല്ല രീതിയിൽ കിടക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അങ്ങനെ ഞാൻ കിടന്ന ഉടനെ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ
പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കാലിൽ എന്തൊക്കെയോ തടയുന്നത് പോലെ. എനിക്കാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് നോക്കാനും പറ്റില്ല. ആ റൂമിലാണെങ്കിൽ കിടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എനിക്കും എൻ്റെ കുട്ടിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഹ്യോ, ഈ ദേവേട്ടൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി, ഒരാണാണെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ തമ്മിൽ ദേവേട്ടനോട് ഞാൻ പറഞ്ഞു, ഹോ, എന്നാ വേഗം തന്റെ ആസ തീർത്ത് താൻ പോടോ എന്ന് ഞാൻ പറഞ്ഞു. ദേവേട്ടന്റെ ആഗ്രഹങ്ങളെല്ലാം ഒക്കെ തീർത്ത് പെട്ടെന്ന് എൻ്റെ മുകളിലോട്ടേക്ക് വരുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ദേവേട്ടനല്ല, ദേവേട്ടന്റെ അച്ഛനാണെന്ന്. പക്ഷെ ഞാനാണെങ്കിൽ ദേവേട്ടനാണെന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങ് കൊടുത്തു. പിന്നീടാണ് എനിക്ക് മനസ്സിലായി അച്ഛനാണെന്ന്. പക്ഷെ അപ്പൊ എനിക്ക് തടയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പകുതിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. എനിക്കത് തടയാൻ പറ്റാൻ സാഹചര്യമായിരുന്നില്ല. ഞാൻ അത് എങ്ങനെയെങ്കിലും, അച്ഛനാണെങ്കിൽ അച്ഛൻ, അത് വേഗം തന്നെ ഞാൻ പൂർത്തിയാക്കി. അദ്ദേഹത്തോട് പറഞ്ഞു വേഗം തന്നെ എനിക്ക് ഇതൊക്കെ ചെയ്തതാ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് അതിനൊരു സ്കാനർ ഇടും, അതിലോട്ട് 500 രൂപ പേ ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ കോൾ, വീഡിയോസ്, ഫോട്ടോസ്, ഇതുപോലുള്ള കഥകൾ പച്ചക്ക്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.